Hi everyone, welcome back to my vlog. So I'm at home today. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഭയങ്കര ക്ലോസ് ഫ്രണ്ടും അവരുടെ ഫാമിലിയും കൂടെ നമ്മളെ വീട്ടിലേക്ക് വരാണ്. സോ വി തോട്ട് വിൽ ഹോസ്റ്റ് ദം ഫോർ ഡിന്നർ. സോ ഞാൻ വിചാരിച്ചു കുറച്ച് ശങ്കുടൂന് ടാറ്റ പോകണം എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് കാണിച്ചത്. ടാറ്റ പോണോ? അപ്പം മാൻസി മേമ ഹേമന്ത് മാമ ഒക്കെ വരുമല്ലേ, മഹി ചേട്ടാ ഒക്കെ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ടാറ്റ പോവാം. ഓക്കെ, അവരുടെ കൂടെ ടാറ്റ പോവാം. നമ്മൾക്ക് ആക്ച്വലി വേറൊരു കൺട്രിയിൽ താമസിക്കുമ്പോഴാണ് നാട്ടിലെ ആൾക്കാരെയും നാട്ടിലെ നമ്മളെ കസിൻസ്, ഫാമിലി, ഫ്രണ്ട്സ് അവരൊക്കെ നമ്മൾ എത്രമാത്രം മിസ് ചെയ്യുന്നു നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്നോട് റിലേറ്റ് ചെയ്യാം ഈ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ നമ്മളെ കാണാൻ നാട്ടിൽ നിന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പം ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ്, ഒരു പ്രത്യേകതരം ഒരു ഹാപ്പിനെസ് ആണ്. അതുപോലെ ഒരു ഹാപ്പിനെസ് മോഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ഞാൻ ചെറുപ്പം തൊട്ട് ഞാൻ ദുബായിലാണ് ജനിച്ചതും വളർന്നതും. അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് എല്ലാ വീക്കെൻഡ്സും നമ്മളെ വീട്ടിൽ നമ്മളെ കസിൻസ് അല്ലെങ്കിൽ നമ്മൾ അവരുടെ വീട്ടിൽ എൻ്റെ അമ്മയും അച്ഛനും എപ്പോഴും ആരെങ്കിലുമൊക്കെ ആയിട്ട് ഹോസ്റ്റ് ചെയ്യും എല്ലാ വീക്കെൻഡ്സും. അപ്പോൾ അത് കണ്ട് വളർന്നതാണ് ഞാൻ. അപ്പം പിന്നെ ഈ ഒരു കൺട്രിയിലേക്ക് വരുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് അത് മിസ് ചെയ്യുന്നുണ്ട്. ആൾക്കാരായിട്ട് ഇങ്ങനെ കൂടുന്നതും അതൊക്കെ ഒരു വേറെ തരം ഹാപ്പിനെസ് ആണല്ലോ. അപ്പം എന്നോട് ഇവിടെ വന്നിട്ട് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ അതാണ് പറയുക. അപ്പം ഞാൻ ആക്ച്വലി അവർ 4 ദിവസമായില്ലേ നാട്ടിൽ നിന്ന് വന്നിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു 4 days ആയിട്ട് അവർ വെളിയിൽ നിന്ന് തന്നെയല്ലേ ഫുഡ് കഴിക്കുന്ന പാവം എന്നൊക്കെ വിചാരിച്ച് ഞാൻ വിചാരിച്ചു കുറച്ച് ഫുഡ് ഉണ്ടാക്കാം വീട്ടിൽ നിന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കിവിടെ ഹെൽപ്പൊന്നും ഇല്ല. എന്നാലും ശങ്കുടു ഉറങ്ങുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് ഒരു ചിക്കൻ ബിരിയാണി, പിന്നെ മറ്റേ എലിശ്ശേരി, പൊട്ടാറ്റോ ഫ്രൈ, ചോറ് അതൊക്കെ ഉണ്ടാക്കി. അവരായതുകൊണ്ട് കുഴപ്പമില്ല, കഴിച്ചോളും തോന്നുന്നു. ഞാൻ അത്ര വലിയ കുക്കൊന്നും അല്ല, ബട്ട് ജസ്റ്റ് ഫോർ എ ചേഞ്ച്. പിന്നെ എനിക്കെങ്ങനെ സംഭവിക്കാറുണ്ട്, നിങ്ങൾക്ക് സംഭവിക്കാറുണ്ടോ എന്ന് പറയൂ. സാധാരണ നമ്മൾ നോർമൽ ഡേയ്സിൽ കുക്ക് ചെയ്യുമ്പോൾ വലിയ കുഴപ്പമില്ലാണ്ടൊക്കെ ഉണ്ടാവും. പക്ഷെ ആരെങ്കിലുമൊക്കെ വരുന്ന സമയത്ത് കുക്ക് ചെയ്യുമ്പോഴാണ് ഒന്നെങ്കിൽ അത് ആകെ ഒരു കുളമാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും അതിൽ. നിങ്ങൾക്കും അങ്ങനെ സംഭവിക്കാറുണ്ടോ? ഈ ഒരു ക്ലിപ്പിംഗ് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഹസ്ബൻഡ് ഹേമന്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശരിക്കും ഞാൻ തന്നെയാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്ന് ചോദിച്ചതാണ് എന്നോട്. ഞാൻ തന്നെയാണ് ബ്രോ ഉണ്ടാക്കിയത്. ശങ്കുരു വിളക്ക് ഇങ്ങനെയൊക്കെ അടുത്ത വെരി ഗുഡ്. ശങ്കുരു എങ്ങനെയാണ് നമസ്കരിക്കുക? വെരി ഗുഡ്. സ്മാർട്ടി പാൻസ് ആണേ. ഓക്കെ ശങ്കുരു കൈവിട്ട് നടക്കും, കൈവിട്ട് നടക്കും. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശങ്കുരു സ്ലോലി കൈവിട്ട് നടക്കാൻ തുടങ്ങിയേ. ശങ്കുരു കൈവിട്ട് നടക്ക്, കൈവിട്ട് നടക്ക്. അച്ഛടുത്ത് പോ, കൈവിട്ട് നടക്ക്. വെരി ഗുഡ്. ഇനി ഇങ്ങോട്ട് വാ. അങ്ങനെ അവരെ കാത്ത് നിന്ന് ബോറടിച്ചപ്പോൾ രാഹുൽ ശങ്കുടൂനെ നടത്താൻ കൊണ്ടുപോയി. കുറേ നേരമായിട്ട് അവൻ ഡോറിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു ഒന്ന് വെളിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവർ നടന്ന് വരുമ്പോഴത്തേക്ക് എൻ്റെ ഫ്രണ്ട്സ് എത്തി. അപ്പോൾ ഇതാണ് എൻ്റെ ഫ്രണ്ട്സ്, ഡോക്ടർ ഹേമന്ത് ആൻഡ് ഡോക്ടർ മാൻസി ആൻഡ് ദിയർ സൺ മഹിദർ. മാൻസിയും ഞാനും ഒരുമിച്ചാണ് PG ചെയ്തത് മണിപ്പാലിൽ. 3 years നമ്മൾ ഒരുമിച്ചായിരുന്നു. ഹേമന്ത് ഒരു ഓർത്തഡോണ്ടിസ്റ്റാണ്, മാൻസി ഈസ് എ പീഡിയാട്രിക് ഡെൻറ്റിസ്റ്റ്. അവർക്ക് സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് ഉണ്ട് തൃശ്ശൂരിൽ. ഇവരെനിക്ക് ഫ്രണ്ട്സ് എന്ന് ആക്ച്വലി പറയാൻ പറ്റില്ല. അത് മോർ ദൻ ഫ്രണ്ട്സ് ടു മീ, ദേ ജസ്റ്റ് ലൈക്ക് മൈ ഫാമിലി. നമുക്ക് ഇവരോട് ചോദിക്കാം എങ്ങനെയുണ്ട് സിംഗപ്പൂർ? അവിടെ ഇരിക്കേ. സൂപ്പറാണോ? ആണോ? എന്താണ് ഇവിടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമായത്? Flower Dome, Gardens by the Bay, usual. Okay. Sentosa സീ അക്വേറിയം അല്ലേ? അവിടെ പോകേണ്ട ആവശ്യമില്ലല്ലോ.
ബട്ട് ഞങ്ങളുടെ ഇന്ന് ഞങ്ങളുടെ ഐറ്റിനറി ഉള്ളത് അത്ര വലിയൊരു വർത്ത് ആയിരുന്നില്ല. എന്തായാലും മസ്റ്റ് വിസിറ്റ്. അപ്പോൾ നാളെ നിങ്ങൾ സൂവിലേക്കല്ല പോകുന്നത്? ഓക്കെ. പിന്നെ ഇവിടെ എന്താ നിങ്ങൾക്ക് നാട്ടിൽ എന്താ ഡിഫറെൻ്റ് ആയിട്ട് തോന്നിയത് ഇവിടെ? പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ ഒക്കെ ഈസിയാണ്. നിങ്ങൾ മെട്രോയിലും ബസ്സിലും കയറിയോ? മെട്രോയിൽ പോയില്ല, പക്ഷെ ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. പിന്നെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ സോഷ്യൽ എറ്റിക്കറ്റ്സും കാര്യങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. നമ്മൾ അതൊക്കെ എക്സ്പീരിയൻസ് എന്തായാലും വന്ന് കാണണം. ഓക്കെ. ലിറ്റിൽ ഇന്ത്യ ഇഷ്ടമായോ നിങ്ങൾക്ക്? പോയിരുന്നോ? ലിറ്റിൽ ഇന്ത്യ ആക്ച്വലി ഞങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യയിലേക്ക് എത്തിയ പോലെയായി. അതിനല്ലല്ലോ നമ്മൾ സിംഗപ്പൂർ വരെ വന്നത്. ഒരു ഡിഫറൻസ് ഇതായിരുന്നു. കുഴപ്പമില്ല. പിന്നെ ഇവിടുത്തെ നൈറ്റ് ലൈഫ് ഒക്കെ നാട്ടിലേലും കമ്പയർ നിങ്ങളെ റൂമിൻ്റെ അകത്തുള്ള നൈറ്റ് ലൈഫ് ഉണ്ടായിരുന്നല്ലോ. ഓക്കെ. ഇനി വീണ്ടും വരുമോ സിംഗപ്പൂർ? ഹേമന്തിന്റെ സെക്കൻഡ് ടൈം അല്ലേ? ഫസ്റ്റ് ടൈം. ഇനി വീണ്ടും വരുമോ? അങ്ങനെ വരാനുള്ളത് ഉണ്ട് ഇവിടെ അല്ലേ? ഇവിടെ ഇതൊക്കെ തന്നെ ഉള്ളു, വേറൊന്നുമില്ല. ഓക്കെ. അപ്പൊ നാളെ നിങ്ങൾ സൂം കഴിഞ്ഞിട്ട് നിങ്ങൾ തിരിച്ചു പോകും അല്ലേ? ഓക്കെ, ശരി, ബൈ. എന്ത് തോന്നുന്നു? കുട്ടികളാണ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത്. മാൻസിയും ഹേമന്തും പറയായിരുന്നു മഹി 4 ദിവസമായി സിംഗപ്പൂർ വന്നിട്ട്, എന്നാലും ഇന്നാണ് അവനെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ട് കണ്ടത്. അതെപ്പോഴും അങ്ങനെ ആണല്ലോ, കുട്ടികളുടെ കമ്പനിയിൽ ഉണ്ടാകുമ്പോഴാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ്. അവരുടെ ഒരുമിച്ചുള്ള വഴക്ക്, ഒരുമിച്ചുള്ള കളി, ഒരാൾ ഒരു ടോയ് എടുക്കുമ്പോൾ മറ്റേ ആൾക്ക് അത് തന്നെ വേണം. അതൊക്കെ കണ്ടിരിക്കാൻ തന്നെ എന്ത് രസമല്ലേ. നമ്മൾ ഭയങ്കര ഹാപ്പി ആയത് കേട്ടപ്പോൾ. നമ്മൾ കുറേ ടൈം സ്പെൻഡ് ചെയ്തു, നല്ല രസമായിരുന്നു. കുറേ കാലങ്ങൾക്ക് ശേഷം ഇങ്ങനെ ഒരുമിച്ച് വേറെ ഒന്നിനെ പറ്റി ചിന്തിക്കാത്തൊരു ടൈം, നല്ലതായിരുന്നു. അപ്പോൾ ഡിന്നറൊക്കെ കഴിച്ച് അവരുടെ ഇറങ്ങുകയാണ് അവരുടെ ഹോട്ടലിലേക്ക്. അവർക്ക് നാളെ രാവിലെ 11 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്തിട്ട് വേണം സൂവിലേക്ക് പോകാൻ. ചിലപ്പോൾ നമ്മളും ജോയിൻ ചെയ്യും സൂവിലേക്ക്, അറിയില്ല, ഡിസൈഡ് ചെയ്തിട്ടില്ല. അപ്പം മാൻസി നല്ല കോഫിയൊക്കെ ഉണ്ടാക്കി തന്നു, നമുക്ക് നല്ല ടേസ്റ്റായിരുന്നു. കുറേ കാലത്തിന് ശേഷമാണ് അവളുടെ കോഫി കുടിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 4 വർഷത്തിന് ശേഷമാണ് ഞാൻ കുടിക്കുന്നത്. നല്ലായിരുന്നു. അപ്പോൾ ശരി, ബൈ. സീ യു ടുമോറോ. ബൈ മച്ചുട്ടാ. അവന് പോണമെന്നേ ഇല്ല കേട്ടോ, പിന്നെ നിങ്ങൾ നിർബന്ധിച്ച് കൊണ്ടുപോകണല്ലോ. ടാറ്റാ, നാളെ കാണാം. ഓക്കെ. സങ്കടായോ ബേബിന്? സാഡായോ? ശങ്കടു ഭയങ്കര സാഡായിപ്പോയി അവർ പോയപ്പോൾ. അവന് നമ്മൾ രണ്ടുപേരും കണ്ട് ബോറടിച്ചു. അപ്പോൾ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ ടേക്കിംഗ് യുവർ ടൈം ഔട്ട് ആൻഡ് വാച്ചിങ് മൈ വ്ലോഗ് ടുഡേ. Until I see you next time, bye bye.